നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേക ശ്രദ്ധയോടുകൂടി മറച്ചുവെച്ചൊരു വാർത്ത പ്രേക്ഷകരോട് ഒന്ന് പറയുകയാണ്. അതിനെ സംബന്ധിച്ചൊരു വിശകലനം, അതാണ് ഉദ്ദേശം. അപ്പോൾ ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിലൊരു ക്രിസ്ത്യൻ പാസ്റ്ററുടെ പേര് എസ് അബ്രഹാം എന്നാണ്. കോടതി അപൂർവങ്ങളിൽ അപൂർവമായൊരു ശിക്ഷ നൽകിയിരിക്കുകയാണ്. 4 വധശിക്ഷ. അപ്പോൾ ഈ പാസ്റ്ററുടെ കുറ്റകൃത്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 8 വയസ്സ്, 8 വയസ്സ്, 12 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ്, അങ്ങനെ പ്രായപൂർത്തിയാവാത്ത 4 പിഞ്ചു കുട്ടികൾ, പെൺകുട്ടികളാണ്. അതിൽ 2 പേർക്ക് 12 വയസ്സ്, ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 13 വയസ്സ്. ഈ 4 പെൺകുട്ടികളെയും വർഷങ്ങളോളം, അതായത് 2020 കോവിഡ് കാലഘട്ടം മുതൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു. അവർ ഈ ബൈബിൾ പഠനം, ധാർമ്മിക പഠനം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് അവരുടെ മാതാപിതാക്കൾ ഈ കുട്ടികളെ ഈ നരാധമൻ്റെ അടുത്ത് കൊണ്ടാക്കുകയായിരുന്നു. അപ്പോൾ ഇതിലെ കോടതി, തിരുനെൽവേലി പോക്സോ കോടതിയിലെ ജഡ്ജി കെ സുരേഷ് കുമാർ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിധിച്ച് 4 വധശിക്ഷയും 52,000 രൂപ പിഴയും വിധിച്ചു. ഇരകൾക്ക് 10 ലക്ഷം വീതം നഷ്ടപരിഹാരവും. ആ ഇരകൾക്ക് ഈ വിധിയുടെ പകർപ്പ് പൂർണ്ണമായും ലഭിക്കേണ്ടതുണ്ട്. ഇരകൾക്കുള്ള നഷ്ടപരിഹാരം പാസ്റ്ററുടെ സ്വത്തുക്കൾ വിറ്റ് ഈടാക്കുമോ, സർക്കാർ നൽകണമോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വിധിയിൽ നിന്ന് വരാനുണ്ട്, വിധിയുടെ പകർപ്പ്. എന്നാലും ഒരു മേലോട്ടമായി പറയുന്നത് ഇതാണ്. ഈ സംഭവത്തെക്കുറിച്ച് ഒരു വിശകലനം പോലെ തന്നെ ഒരു ചെറിയ പോസ്റ്റ് ഭാസ്കരൻ നായർ അജയൻ എന്ന ഒരു ഫേസ്ബുക്ക് ID ഇട്ടിട്ടുണ്ട്. ഭാസ്കരൻ നായർ അജയൻ്റെ പല ഫേസ്ബുക്ക് കുറിപ്പുകളും തത്വമയി ന്യൂസ് പലപ്പോഴും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാറുള്ളതാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പലപ്പോഴും ഫേസ്ബുക്കിൽ വളരെ വ്യക്തതയോടുകൂടി കുറിക്കാറുണ്ട്. ആ പോസ്റ്റ് എന്ന് ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്ന, ക്രിസ്ത്യൻ പാതിരിക്ക് 1ഉം 2ഉമല്ല 4 വധശിക്ഷ. യെസ്, ഒരു മലയാളി ചാനലും ഈ വാർത്ത പറയില്ല. ഫ്രിഡ്ജിൽ ശിവലിംഗം വെച്ച് പൂജിച്ച കോമാളി വാർത്ത കാണിച്ച ഏഷ്യാനെറ്റും ഈ വാർത്ത നിങ്ങളോട് പറയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടാണ്, ഇത് കേട്ട് ഞെട്ടാത്ത ഒരു പിതാവും ഉണ്ടാവില്ല. തമിഴ്നാട് തിരുനെൽവേലിയിൽ ദൈവത്തിൻ്റെ പേരിൽ പ്രാർത്ഥനാ ഹാൾ നടത്തിയിരുന്ന 50 വയസ്സുള്ള പാസ്റ്റർ എസ് അബ്രഹാം എന്ന നരാധമന് 4 വധശിക്ഷ. 8 വയസ്സ്, 12 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ്, പ്രായപൂർത്തിയാകാത്ത 4 പിഞ്ചു പെൺകുട്ടികൾ. സ്കൂൾ അവധിക്കാലത്ത് ബൈബിൾ ക്ലാസ്, സംഗീത ക്ലാസ്, ധാർമ്മിക പഠനം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനാ ഹാളിലേക്ക് വിളിച്ചു വരുത്തി 2020 കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയ നീചപ്രവൃത്തി 2 വർഷത്തോളം ഭീഷണിപ്പെടുത്തി തുടർന്നു. 2026 ഓഗസ്റ്റ് 20-ന്, അതായത് ഇന്നലെ, ഈ കഴിഞ്ഞ ദിവസം, തിരുനെൽവേലി പോക്സോ കോടതി ജഡ്ജി കെ സുരേഷ് കുമാർ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിധിച്ച് 4 വധശിക്ഷയും 52,000 രൂപ പിഴയും ഇരകൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും വിധിച്ചു. ഇനി അദ്ദേഹം തുടരുന്നത് ഇതിൻ്റെ ഒരു വിശകലന രീതിയിലാണ്. നോട്ടമുണ്ടെങ്കിൽ കോട്ടമില്ല എന്ന് കരുതരുത്. ഈ തെമ്മാടി ദൈവത്തിൻ്റെ മറവിലാണ് എല്ലാം ചെയ്തത്. നിങ്ങൾ വിചാരിക്കും പള്ളിയിൽ, മദ്രസയിൽ, പ്രാർത്ഥനാ ഹാളിൽ വിട്ടാൽ മക്കൾ സുരക്ഷിതരാണ്, ഐശ്വര്യം കിട്ടും, നല്ല ജീവിതം കിട്ടുമെന്ന്. അവിടെയാണ് അവന്മാർക്ക് ഏറ്റവും സൗകര്യവും. ഒറ്റയ്ക്ക് വിടരുത്. ഒരു കുട്ടിയും മതപഠനത്തിനായോ മറ്റു പഠനങ്ങൾക്കായോ ഒരിക്കലും ഒറ്റയ്ക്ക് വിടരുത്. ഇന്ന് ഈ പാസ്റ്ററാണ്, നാളെ മറ്റൊരു സ്ഥാപനത്തിലെ ഉസ്താദാകാം. ഇര ഒരുപോലെയാണ്, നമ്മുടെ മക്കൾ. വിശ്വാസം ദുരുപയോഗം ചെയ്യുന്ന കച്ചവടം, തേവർകുളത്തിനടുത്ത് യാതൊരു രജിസ്ട്രേഷനും സർക്കാർ നിയന്ത്രണവും ഇല്ലാത്ത പ്രാർത്ഥനാ ഹാൾ. ആരും ചോദിക്കാനില്ല, ആരും നോക്കാനില്ല. ക്രിസ്ത്യൻ പള്ളികളിലെ പല സ്വയം പ്രഖ്യാപിത പാസ്റ്റർമാരും മുസ്ലിം മതത്തിലെ ചില മദ്രസകളും ഇതേ അവസ്ഥയിലാണ്. എന്താണ് അകത്ത് നടക്കുന്നതെന്ന് പുറത്താരും അറിയുന്നില്ല. ക്രിസ്ത്യൻ മുസ്ലിം മതപഠനത്തിലെ വലിയൊരു പോരായ്മ ഇതാണ്. മക്കളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ എന്ന പേരിൽ നമ്മൾ അവരെ ചെന്നായ്ക്കളുടെ മുൻപിലേക്ക് തള്ളിവിടുകയാണ്. മതം പഠിപ്പിക്കുന്നവൻ എന്തുമാകാമെന്ന അന്ധവിശ്വാസം അവസാനിപ്പിക്കണം. ഈ ഒരു അന്ധവിശ്വാസത്തിലേക്ക് നമുക്കൊന്ന് വരാം. അതിനു മുൻപ് ആ കുറിപ്പൊന്ന് മുഴുവനായി വായിച്ചു തീർക്കാം. ബൈബിൾ ക്ലാസിൻ്റെ മറവിലും ഖുറാൻ ക്ലാസിൻ്റെ മറവിലും നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ ഇനിയും എത്ര പുറത്തു വരാതെ കിടപ്പുണ്ട്. ദൈവം പഠിപ്പിക്കുന്നത് കുട്ടികളെ സംരക്ഷിക്കാനാണ്, പീഡിപ്പിക്കാനല്ല. ഈ റാസ്കലുകൾക്ക് ചിന്ത മുഴുവൻ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ ലൈംഗികമായി ഉപയോഗിക്കാമെന്നത് മാത്രമാണ്. ദയവ് ചെയ്ത് ഉണരൂ.
നിങ്ങളുടെ മക്കളെ ഇവനെപ്പോലുള്ളവർ പീഡിപ്പിക്കുന്ന രംഗമൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. നടുക്കം തോന്നുന്നില്ലേ? ഇനിയെങ്കിലും മക്കളെ ഒറ്റയ്ക്ക് മതപഠന കേന്ദ്രങ്ങളിലേക്ക് വിടുന്നതിന് മുൻപ് 1000 വട്ടം ചിന്തിക്കുക. ഇതാണ് ആ കുറിപ്പിൻ്റെ അവസാനം. ആ പാസ്റ്ററുടെ ഫോട്ടോയും ഞാൻ ഇതിനോടൊപ്പം ഒന്ന് കൊടുക്കാം. കണ്ടു നോക്കൂ. ആ നരാധമനെ കണ്ടാൽ ഒരു സാധുവാണെന്ന് ചിലപ്പോൾ തോന്നും, പക്ഷേ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ ആ മുഖത്തെ ക്രൗര്യം നമുക്ക് വ്യക്തമാകും. ഇതിൽ ഞാനൊരു ഭാഗത്തേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ക്രിസ്ത്യൻ പള്ളികളിലെ പല സ്വയം പ്രഖ്യാപിത പാസ്റ്റർമാരും മുസ്ലിം മതത്തിലെ ചില മദ്രസകളും ഇതേ അവസ്ഥയിലാണ്. എന്താണ് അകത്ത് നടക്കുന്നതെന്ന് പുറത്താരും അറിയുന്നില്ല. ക്രിസ്ത്യൻ മുസ്ലിം മത പഠനത്തിലെ വലിയ പോരായ്മ ഇതാണ്. മക്കളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ എന്ന പേരിൽ നമ്മളവരെ ചെന്നായ്ക്കളുടെ മുന്നിലേക്ക് തള്ളിവിടുകയാണ്. മതം പഠിപ്പിക്കുന്നവൻ എന്തുമാകാമെന്ന അന്ധവിശ്വാസം അവസാനിപ്പിക്കണം. ഇതാണ് ഈ കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായി എനിക്ക് തോന്നിയ ഒരു പരാമർശമായി എനിക്ക് തോന്നിയത്. കാരണം ഈ മതം പഠിപ്പിക്കുന്നവന് എന്തുമാകാമെന്നുള്ളൊരു ധാരണ, അതായത് മതപണ്ഡിതനുണ്ടല്ലോ, അതിപ്പോൾ പാസ്റ്ററാകട്ടെ, പാസ്റ്റർമാരുടെ ഇടയിലും അത്രയും തന്നെ രൂഢമൂലമായിട്ടുള്ളൊരു വിശ്വാസം അവരെ പിന്തുടരുന്ന വിശ്വാസികളുടെ ഇടയിൽ. മുസ്ലിം മതത്തിൽ അത് കുറേ കൂടി കൂടുതലായിട്ടുണ്ട്. ഉസ്താദ് തെറ്റൊന്നും ചെയ്യില്ല, അഥവാ ഉസ്താദ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളത് മൂടി വയ്ക്കണം. ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞതുപോലെ, ഭാസ്കരൻ നായർ അജയൻ എന്ന ഇദ്ദേഹം ആ കുറിപ്പിൽ പറഞ്ഞതുപോലെ, നമ്മുടെ മക്കളാണ്, അവരുടെ ഭാവിയാണ്. മാനസികമായിട്ട് അവരാകെ തകരുന്നൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നാമായിട്ട് തന്നെ സ്വയം അറിയാതെ ഒരുക്കി കൊടുക്കുകയാണ് ഇത്തരം പാസ്റ്റർമാരുടെയും ഉസ്താദുമാരുടെയും മുൻപിലേക്ക് നമ്മുടെ മക്കളെ തള്ളിവിടുന്നതിലൂടെ. ഈ ക്രിസ്ത്യൻ പാസ്റ്ററുടെ കാര്യം പറഞ്ഞു. ഇസ്ലാം മതത്തിലെ കാര്യമൊന്ന് പരിശോധിച്ചാൽ, മദ്രസ എന്ന് നാം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന ഒരു 3-4 പേജുകൾ നിറയെ പീഡന വാർത്തകളാണ്. ഇത് പുറത്ത് വന്ന പീഡന വാർത്തകളാണ്. പുറത്തറിയാത്ത എത്രയോ പീഡന വാർത്തകളുണ്ട്. ഇത്തരത്തിലുള്ള പീഡന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ചില മദ്രസ പൊട്ടന്മാർ അതിന് താഴെ വന്ന് അസഭ്യം പറഞ്ഞും മറ്റ് മതങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞും, അല്ലെങ്കിൽ പാകിസ്ഥാൻ എവിടെയാണ്, ഇക്കോണമി തകർന്നു, ശ്രദ്ധ തിരിക്കാനുള്ള കമൻറ്റുകളും ഇട്ട് നമ്മുടെ മതത്തിൽ നടക്കുന്ന, നമ്മുടെ ഉസ്താദ് ചെയ്തൊരു തെറ്റ് നാം മറച്ചു വയ്ക്കണം എന്നൊരു മിഥ്യാബോധത്തോടെ അന്ധവിശ്വാസത്തോടു കൂടി പെരുമാറുന്നത് ഒരു ഞെട്ടലോടുകൂടി മാത്രമേ എനിക്കും നിങ്ങൾക്കും കണ്ടു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ആ മതത്തിനെ പിന്തുടരുന്ന സമൂഹത്തെ ബാധിക്കുന്നത് എത്തരത്തിലായിരിക്കുമെന്നുള്ളത് ചിന്തിക്കുവാൻ പോലും ഒരുപക്ഷെ നമുക്ക് സാധിക്കില്ല. പലപ്പോഴും ഈ ഒരു ഭീകരവാദം എന്നൊരു അമാനവികമായ അവസ്ഥയിലേക്ക് നമ്മുടെ യുവാക്കൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കൾ പോകുന്നത് പോലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി മാനസികമായി അവരൊരു ക്രൗര്യത ആർജിച്ചത് കൊണ്ടാകാമെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. അത് മനഃശാസ്ത്രജ്ഞർ ഉറപ്പിച്ച് പറയേണ്ട കാര്യമാണ്. കാരണം കുട്ടിക്കാലം മുതലേ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇതെല്ലാം മതത്തിന് വേണ്ടിയാണ് നീ സഹിക്കുന്നത് എന്നൊരു ധാരണ അവൻ്റെ മാതാപിതാക്കൾ തന്നെ ഈ ഉസ്താദുക്കളോ ചെയ്ത കുറ്റങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിലേക്ക് പറയാതെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ മതത്തിനു വേണ്ടി എന്ത് ക്രൂരത ചെയ്താലും അത് പുറത്തു കൊടുക്കപ്പെടും. നമ്മുടെ ദൈവം അത് പുറത്തു തന്ന് എനിക്ക് ഹൂറികളെ തരികയോ, അല്ലെങ്കിൽ കാരണം ഉസ്താദ് ഈ പീഡനത്തിന് ശേഷം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അതാണല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിശ്വാസം അവൻ്റെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെടുകയും അവനൊരു ക്രൂര മനുഷ്യനായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നിരീക്ഷണം. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയുന്നു, ഞാനൊരു മനഃശാസ്ത്രജ്ഞനല്ല. മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്കൊരു മനഃശാസ്ത്ര വിശകലനം ഞാൻ നടത്തുവാൻ സാഹസപ്പെടുന്നില്ല. പക്ഷേ ലോകപരിചയം കൊണ്ട് ഇത്തരത്തിലൊരു തോന്നൽ എനിക്കുണ്ട്. അതിന് സ്ഥിരീകരണമോ അതിന് നിരാകരണമോ നൽകേണ്ടത് മനഃശാസ്ത്രജ്ഞന്മാരാണ്. കാരണം ഈ ഒരു പീഡനം, കുട്ടിക്കാലത്തുള്ള ദുരനുഭവങ്ങൾ ക്രിമിനലുകളെ ഏറെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മനഃശാസ്ത്രജ്ഞന്മാർ തന്നെ, ലോകപ്രശസ്തരായ മനഃശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിനൊരു വിശദീകരണം നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ആ ഒരു ക്രൂരത കുറ്റവാളികളെ സൃഷ്ടിക്കുമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ കുറ്റവാളികളെ സൃഷ്ടിക്കുമെങ്കിൽ ഭീകരവാദികളെ എന്തുകൊണ്ട് സൃഷ്ടിക്കില്ല? അതും ഒരു മതത്തിൻ്റെ പരിപൂർണമായ ആവരണത്തിലുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു ആവാസ വ്യവസ്ഥയിൽ വളർന്നു വരുന്ന കുട്ടികളെ. അത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്.
ഇതേ നിയമം തന്നെ, ഇതേ യുക്തി തന്നെ പാസ്റ്റർമാരുടെ കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഉപയോഗിക്കുക തന്നെ വേണം. കാരണം ഇപ്പോൾ ഈ എസ് അബ്രഹാം എന്ന ഈ നരാധമൻ്റെ ചരിത്രം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ ചരിത്രം നമ്മോട് പറയുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് ഭാസ്കരൻ നായർ അജയൻ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള മതപഠന കേന്ദ്രങ്ങളിലേക്ക് വിടുന്നതിന് മുൻപ് ഒരു 100 വട്ടം ആലോചിക്കുക. പൂർണ്ണമായും സുരക്ഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം അവർക്കവിടെ ലഭ്യമാകുന്നു എന്നുള്ളത് വെറുതെ വിശ്വസിച്ചിരിക്കാതെ നാം തന്നെ നമ്മളാൽ കഴിയുന്ന എല്ലാ മുൻകരുതലുകളും എടുത്ത് ഉറപ്പുവരുത്തുക. അതിനപ്പുറത്തേക്ക് ഇവർക്ക് ഒരു സ്വാതന്ത്ര്യവും ഒരു അവകാശവും ഒരു അധികാരവും, ഈ മതപണ്ഡിതന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അനുവദിച്ചു കൊടുക്കേണ്ട യാതൊരു ബാധ്യതയും ഒരു ദൈവവും നിങ്ങളുടെ മേൽ ചുമത്തിയിട്ടില്ല. അങ്ങനെ ചുമത്തുന്ന ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എന്നുള്ളത് ഒരു പിശാചിന് തുല്യമായ ദൈവമാണ്. അതിനും ഒരു സംശയവും ഒരു കാലത്തും വെച്ച് പുലർത്തരുത്. നമ്മുടെ മക്കളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ തൽക്കാലം ഇത്രമാത്രം. ഈ വിഷയം, ഈ പാസ്റ്ററുടെ അല്ലെങ്കിൽ പാസ്റ്റർക്ക് ലഭിച്ച 4 വധശിക്ഷകളെ സംബന്ധിച്ചുള്ള അത്യപൂർവമായ വിധിയുടെ വാർത്ത നിങ്ങൾ മലയാള മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടിരുന്നു? ഏതെങ്കിലും മാധ്യമത്തിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയല്ല, മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് പറയപ്പെടുന്ന മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടിരുന്നു? മതപഠന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് സെമറ്റിക് മതങ്ങളുടെ മതപഠന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇവയെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, പുത്തുലഞ്ഞിതാ, കാത്തിരുന്ന ഭാഗ്യം പോലെ ഓണം വന്നല്ലോ.